സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ പറയുന്ന 3 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കാരുടെയും മനസ്സ് വായിച്ചെടുക്കാം. ഈ വിദ്യകൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് പഠിച്ചാൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനും മനസ്സിലാക്കാനും കഴിയും. അതിനാൽ മറ്റുള്ളവരുടെ മനസ്സ് എങ്ങനെ വായിക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ബുദ്ധകഥ ഞാൻ നിങ്ങളോട് പറയാം. വളരെ കാലം മുമ്പ് ഒരു ചെറിയ ഗ്രാമത്തിൽ 2 സഹോദരന്മാർ താമസിച്ചിരുന്നു. ജ്യേഷ്ഠൻ അന്ധനായിരുന്നു. അതിനാൽ അവൻ കൂടുതൽ സമയവും വീട്ടിലാണ് ചെലവഴിച്ചിരുന്നത്. ഇളയ സഹോദരൻ ഒരു കർഷകനായിരുന്നു. അവൻ മിക്ക സമയവും വയലിൽ പണിയെടുക്കും. വയലിൽ നിരവധി മൃഗങ്ങൾ വന്ന് കൃഷിയിടം നിരന്തരം നശിപ്പിക്കുമായിരുന്നു. ഇളയ സഹോദരൻ ഈ പ്രശ്നത്തിൽ എപ്പോഴും അസ്വസ്ഥനായിരുന്നു. എന്നാൽ ഒടുവിൽ അവൻ ഒരു പരിഹാരം കണ്ടെത്തി. വയലിലെ മൃഗങ്ങളെ വിരട്ടിയോടിക്കാൻ അന്ധനായ തന്റെ സഹോദരനോട് സഹായം ചോദിക്കാമെന്ന് അവൻ ചിന്തിച്ചു. വല്ല മൃഗത്തിന്റെ ശബ്ദം കേട്ടാൽ അവന് പാടത്തിരുന്ന് ഉറക്കെ നിലവിളിക്കാം. അങ്ങനെ വിളകൾ സംരക്ഷിക്കപ്പെടും. ഇതാലോചിച്ച് ഇളയ സഹോദരൻ പറമ്പിൽ ചെറിയ കുടിൽ കെട്ടി അതിനുള്ളിൽ ചേട്ടനെ ഇരുത്തി. അവൻ ചേട്ടനോട് വിശദീകരിച്ചു, സഹോദരാ, ഏതെങ്കിലും മൃഗത്തിന്റെ ശബ്ദം കേട്ടാൽ ഒന്ന് നിലവിളിച്ചാൽ മതി, മൃഗം ഓടിപ്പോകും. ഇത് നമ്മുടെ വിളകളെ സംരക്ഷിക്കും. ജ്യേഷ്ഠൻ അനുജന്റെ ആശയം അംഗീകരിച്ച് വയലിൽ ഇരിക്കാൻ തുടങ്ങി. മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം അവൻ നിലവിളിച്ച് അവയെ ഭയപ്പെടുത്തി. ദിവസങ്ങളോളം അവൻ ആ ശീലം തുടർന്നു. ഒരു ദിവസം ഒരു മാൻ അവരുടെ വയലിന്റെ വേലി തകർത്ത് അതിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. മാനിനെ പിന്തുടരുകയായിരുന്ന ഒരു രാജാവും വയലിലെത്തി. രാജാവിന്റെ ശ്രദ്ധ അന്ധനായ സഹോദരനിലേക്ക് ആകർഷിക്കപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നീ ഇതിലൂടെ ഒരു മാൻ ഓടുന്നത് കണ്ടോ? അന്ധനായ സഹോദരൻ പറഞ്ഞു, മഹാത്മാവേ, ഞാൻ അന്ധനാണ്. എനിക്കൊരു മാനിനെ എങ്ങനെ കാണാൻ കഴിയും? പക്ഷെ എനിക്ക് താങ്കളോട് ഇത്രയും പറയാൻ കഴിയും. എന്റെ വയലിൽ നിന്ന് ഓടിപ്പോയ മൃഗം താങ്കൾക്ക് പ്രയോജനപ്പെടുകയില്ല. അതിനെ പിന്തുടരുന്നത് വിലമതിക്കില്ല. താങ്കൾ സമയം പാഴാക്കുകയാണ്. അന്ധന്റെ വാക്കുകൾ കേട്ട് രാജാവ് അമ്പരന്നു. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഒരു അന്ധൻ എങ്ങനെ ഇത് പറയാൻ കഴിയും? ഞാൻ തിരയുന്ന മാൻ മൂല്യവത്താണോ അല്ലയോ എന്ന് അയാൾക്ക് എങ്ങനെ അറിയാം? ഈ അന്ധൻ എങ്ങനെ എന്നോട് പറയും? രാജാവ് അന്ധനോട് ചോദിച്ചു, നീ എന്നോട് കള്ളം പറയുകയല്ലേ? ഒരു വശത്ത് നീ അന്ധനാണെന്ന് പറയുന്നു, മറുവശത്ത് ഇവിടെ നിന്ന് ഓടിപ്പോയ മൃഗത്തെ പിന്തുടരുന്നതിൽ പ്രയോജനമില്ലെന്ന് നീ അവകാശപ്പെടുന്നു. മറുപടിയായി അന്ധൻ പറഞ്ഞു, ഓ രാജാവേ, മാൻ എന്ന് താങ്കൾ കരുതുന്ന ജീവി യഥാർത്ഥത്തിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന മാനല്ല. അതൊരു മാൻപേടയാണ്. അവൾ ഗർഭിണിയാണ്. എനിക്കറിയാവുന്നിടത്തോളം ഒരു രാജാവ് ഗർഭിണിയായി മൃഗത്തെ വേട്ടയാടിയതായി ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറഞ്ഞത് അതിനെ പിന്തുടരുന്നതിൽ കാര്യമില്ലെന്ന്. അവളുടെ പിന്നാലെ പാന് സമയം കളയരുത്. ഇത് കേട്ടപ്പോൾ രാജാവ് കൂടുതൽ ആശ്ചര്യപ്പെട്ടു. അവൾ ഗർഭിണിയാണെന്ന് ഈ അന്ധൻ എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? അന്ധൻ ഇതെല്ലാം എങ്ങനെ അറിയാൻ കഴിയും? അന്ധനായിരുന്നിട്ടും അവൻ എങ്ങനെ ആത്മവിശ്വാസത്തോടെ ഈ വിവരം എന്നെ അറിയിക്കാനാകും? ഇത് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത രാജാവിന് തോന്നി. അങ്ങനെ ആ മൃഗത്തെ എനിക്ക് ജീവനോടെ വേണമെന്ന് തന്റെ സേനാപതിയോട് അദ്ദേഹം നിർദ്ദേശിച്ചു. അത് ശരിക്കും ഗർഭിണിയാണോ എന്ന് എനിക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അന്ധന് ഇതിനെക്കുറിച്ച് വളരെ ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ദയവായി പോയി അവൾ ഗർഭിണിയാണോ എന്ന് അന്വേഷിക്കൂ. രാജാവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച സേനാപതി മുന്നോട്ടു പോയി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തിരികെ വന്നു. അന്ധനായ സഹോദരൻ പറഞ്ഞത് ശരിയാണെന്നും അവൾ ഗർഭിണിയാണെന്നും സേനാപതി രാജാവിനോട് പറഞ്ഞു. രാജാവ് ഇത് കേട്ട് അത്ഭുതപ്പെട്ടു നിന്നു. അന്ധൻ എങ്ങനെയാണ് അത് മാൻപേടയാണെന്നും കൂടാതെ അതിന്റെ ഗർഭധാരണത്തെക്കുറിച്ച് അറിഞ്ഞത് എന്നും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രാജാവിന്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ആയതിനാൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്താൻ അന്ധനോട് രാജാവ് ആവശ്യപ്പെട്ടു. നോക്കൂ, നീ ശരിക്കും അന്ധനാണോ അല്ലയോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. പക്ഷെ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്റെ ചോദ്യത്തിന് നീ ശരിയായ ഉത്തരം തരുമോ? മറുപടിയായി അന്ധനായ സഹോദരൻ പറഞ്ഞു, മഹാത്മാവേ, താങ്കൾക്ക് എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ താങ്കൾക്ക് സത്യസന്ധമായി ഉത്തരം നൽകും. രാജാവ് പറഞ്ഞു, നീ ഒരു ജ്ഞാനിയാണ്. നിനക്ക് പല കാര്യങ്ങളിലും നല്ല ധാരണയുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഭാര്യ വിശ്വസ്തതയുള്ളവളാണോ ഇല്ലയോ എന്ന് അറിയാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അന്ധനായ സഹോദരൻ പ്രതികരിച്ചു, മഹാത്മാവേ, എന്തൊരു ചോദ്യമാണിത്? താങ്കളുടെ ദാമ്പത്യം വർഷങ്ങളായി നീണ്ടു നിൽക്കുന്നു. ഇപ്പോൾ താങ്കൾ അത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ താങ്കളുടെ മനസ്സിൽ ഉയരുന്നത്? എന്തുതന്നെ ആയാലും ഈ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്ന് രാജാവ് അന്ധനായ സഹോദരനോട് നിർബന്ധിച്ചു. നീ എനിക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ ഞാൻ നിനക്ക് വധശിക്ഷ നൽകും. രാജാവിന്റെ ഭീഷണി കേട്ട് അന്ധനായ സഹോദരൻ പറഞ്ഞു, മഹാത്മാവേ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ താങ്കൾ എനിക്കായി ഒരു കാര്യം ചെയ്യണം. രാജാവ് ചോദിച്ചു, പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്ധനായ സഹോദരൻ പ്രതികരിച്ചു, ഇതിനായി താങ്കളുടെ ഭാര്യയെ എന്നോടൊപ്പം ഒരു മുറിയിൽ തനിച്ചാക്കേണ്ടി വരും. രാജാവ് ഇത് കേട്ട് ആദ്യം ദേഷ്യപ്പെട്ടു. പക്ഷേ ഒടുവിൽ അഭ്യർത്ഥന അംഗീകരിക്കുകയും അന്ധനായ സഹോദരനെയും രാജ്ഞിയെയും ഒരു മുറിയിൽ തനിച്ചാക്കാൻ തന്റെ സേനാപതിയോട് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അന്ധനായ സഹോദരൻ രാജ്ഞിയുടെ മുറിയിൽ പ്രവേശിച്ചു. ശേഷം അവൻ രാജ്ഞിയെ തൊടാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതു കേട്ട് രോഷാകുലയായ രാജ്ഞി അവനെ കൈകാലുകൾ കൊണ്ട് സർവ്വശക്തി ഉപയോഗിച്ച് അടിക്കാൻ തുടങ്ങി. പിന്നീട് അന്ധൻ എങ്ങനെയോ രക്ഷപ്പെട്ട് രാജാവിന്റെ അടുത്തേക്ക് പോയി. അന്ധനായ സഹോദരൻ രാജാവിനോട് പറഞ്ഞു, മഹാത്മാവേ, അങ്ങയുടെ ഭാര്യ
അവിശ്വസ്തതയുള്ളവളാണ്. ഇതു കേട്ട് രാജാവ് കോപാകുലനായി വാളെടുത്ത് രാജ്ഞിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ഏത് അസത്യവും നിന്നെ വധശിക്ഷയിലേക്ക് നയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നീ വിശ്വസ്തതയുള്ളവളാണോ അല്ലയോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് രാജ്ഞി മറുപടി പറഞ്ഞു, താങ്കൾക്ക് എന്നെ കൊല്ലാം, ഞാൻ വിശ്വസ്തതയുള്ളവളല്ല. അന്ധനായ സഹോദരൻ പറഞ്ഞതെല്ലാം സത്യമായതിനാൽ ഇതു കേട്ടയുടനെ രാജാവ് അവന്റെ അടുത്തു ചെന്ന് ചോദിച്ചു, എന്റെ ഭാര്യ വിശ്വസ്തയല്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അവൻ മറുപടി പറഞ്ഞു, ഇത് വളരെ ലളിതമാണ്. ഞാൻ താങ്കളുടെ ഭാര്യയോട് പറഞ്ഞു എനിക്ക് അവരെ ഒന്ന് തൊടണമെന്ന്. എന്നാൽ ഇതു കേട്ടവർ പ്രകോപിതയായി. അവരെന്നെ അടിക്കാൻ തുടങ്ങി. എനിക്ക് അവരെ തൊടണമെന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് നിരസിക്കാമായിരുന്നു. എന്നാൽ പകരം അവരെന്നെ അടിക്കാൻ തുടങ്ങി. ആ സമയം അവരെന്റെ ശരീരം മുഴുവൻ സ്പർശിച്ചു. ഇപ്പോൾ താങ്കൾ പറയൂ, അത്തരമൊരു സ്ത്രീ എങ്ങനെ ഒരു വിശ്വസ്തയാകുന്നു? രാജാവ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, നീ വളരെ ബുദ്ധിമാനാണ്. ശരി, എങ്കിൽ ഒരു ചോദ്യം കൂടി. അതിനുശേഷം ഞാൻ നിന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കാം. പറയൂ, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ പിതാവിൻ്റെ മകനാണോ അതോ മറ്റാരുടെയെങ്കിലും മകനാണോ? ഓ രാജാവേ, ഈ ചോദ്യത്തിൽ താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? താങ്കളുടെ മാതാപിതാക്കൾ ആരായാലും താങ്കളാണ് ഈ രാജ്യത്തിൻ്റെ രാജാവ്. അതുകൊണ്ട് ഈ ചോദ്യം വിട്ടേക്കൂ. എന്നാൽ രാജാവ് ശഠിച്ചു, ഇല്ല, ഈ ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരം വേണം. അല്ലെങ്കിൽ ഈ ചോദ്യം എന്നെ എപ്പോഴും അലട്ടും. അതുകൊണ്ട് എനിക്ക് സത്യം അറിയണം. മഹാത്മാവേ, ഞാൻ ഇപ്പോൾ തന്നെ പറയാം താങ്കൾ ആരുടെ മകനാണെന്ന്. പക്ഷേ അതിനു മുമ്പ് താങ്കൾ എന്നോട് ദേഷ്യപ്പെടില്ലെന്ന് വാക്കുതരണം. രാജാവ് പറഞ്ഞു, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ നിന്നോട് ദേഷ്യപ്പെടുകയില്ല. അവൻ രാജാവിനോട് പറഞ്ഞു, താങ്കൾ ശരിക്കും താങ്കളുടെ പിതാവിന്റെ പുത്രനാണ്. എന്നാൽ പിശുക്കനായൊരു വ്യാപാരിയുടെ പ്രഭാവം താങ്കളിലുണ്ട്. ഇതു കേട്ട രാജാവ് അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. അദ്ദേഹം അമ്മയോട് ചോദിച്ചു, ദയവായി എന്നോട് സത്യം പറയൂ, ഞാൻ ശരിക്കും എൻ്റെ അച്ഛൻ്റെ മകനാണോ അതോ മറ്റാരുടെയെങ്കിലും മകനാണോ? അമ്മ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഇവിടെ ഉപേക്ഷിക്കും. ഇതിന് രാജാവിൻ്റെ അമ്മ മറുപടി പറഞ്ഞു, മകനെ, നീ തീർച്ചയായും നിന്റെ പിതാവിൻ്റെ കുട്ടിയാണ്. എന്നാൽ ഒരു പിശുക്കൻ വ്യാപാരിയുടെ നിഴൽ നിന്നിലുണ്ട്. ഇത് കേട്ടപ്പോൾ രാജാവ് ഉടൻ തന്നെ അന്ധനായ സഹോദരന്റെ അടുത്തേക്ക് മടങ്ങി. പിശുക്കനായ ഒരു വ്യാപാരിയുടെ നിഴൽ എന്നിലുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? മഹാത്മാവേ, താങ്കൾ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം ഞാൻ ശരിയായ ഉത്തരം നൽകി. ഇത് മറ്റേതെങ്കിലും രാജാവായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ധാരാളം പ്രതിഫലം ലഭിക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു പ്രതിഫലം പോലും താങ്കൾ എനിക്ക് തന്നില്ല. ഇതിൽ നിന്നാണ് ഞാൻ കണക്കാക്കിയത് താങ്കൾ വളരെ പിശുക്കനാണെന്ന്. രാജാവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. എന്നാൽ എന്നോട് പറയൂ, നിനക്ക് എങ്ങനെ ഇത്ര കൃത്യമായി ഉത്തരങ്ങൾ നൽകാൻ കഴിയുന്നു? മഹാത്മാവേ, ഞാനൊരു അന്ധനാണ്. എനിക്കു കണ്ണുകളുണ്ടായിരുന്നെങ്കിൽ ആരുടെയും ചിന്തകൾ എനിക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ മനസ്സിലാക്കാമായിരുന്നു. മനസ്സിന് അതിൻ്റെതായ ഭാഷയുണ്ട്. ഈ ഭാഷ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയും. ഒരു വ്യക്തിയുടെ കണ്ണ്, ചുണ്ടുകൾ, അവർ ജോലി ചെയ്യുന്ന രീതി, അവരുടെ പ്രവർത്തനങ്ങൾ എന്നിവ നിരീക്ഷിച്ചാൽ അവരുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരുടെയും ചിന്തകൾ അറിയാൻ കഴിയും. പക്ഷേ ഞാൻ അന്ധനാണ്. അതിനാൽ ഞാൻ പ്രവർത്തികളിലൂടെ മനസ്സിലാക്കുന്നു. എനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ വ്യക്തിക്കൊരു ചുമതല നൽകണം. ആ വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയണം. അവൻ എങ്ങനെയാണ് ചുമതല നിർവഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു, അതിനർത്ഥം എനിക്കും ഒരാളുടെ ചിന്തകൾ അറിയാൻ കഴിയുമെന്നാണോ? അതിന് അന്ധൻ പറഞ്ഞു, തീർച്ചയായും താങ്കൾക്കും ആരുടെയും ചിന്തകൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിനു മുമ്പ് താങ്കൾ സ്വയം പ്രവർത്തിക്കേണ്ടതുണ്ട്. താങ്കളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് ആ ജോലി. ഒപ്പം താങ്കളുടെ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരിക. ഇന്നു ഞാൻ താങ്കൾക്ക് 3 വഴികൾ പറഞ്ഞു തരാം. ഈ 3 വഴികൾ വളരെ ലളിതവും എളുപ്പമുള്ളതുമാണ്. പക്ഷേ അതിനു മുമ്പ് താങ്കൾ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് അതിനെ വർത്തമാനകാലത്തിലേക്ക് ലയിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ വ്യക്തി വർത്തമാനകാലത്തിലാണ് ചിന്തിക്കുന്നത്. അതിനാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ചിന്തകൾ മനസ്സിലാകൂ. നമ്മൾ മുൻകാല സംഭവങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അടുത്ത വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാനാകും? കാരണം നമ്മൾ ഭൂതകാല സംഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ആരുടെയെങ്കിലും ചിന്തകൾ പ്രധാനമായി അറിയാൻ ആദ്യം നാം നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുകയും അവയെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ഇതെല്ലാം പറഞ്ഞ ശേഷം അവൻ രാജാവിനോട് പറഞ്ഞു, മഹാത്മാവേ, മറ്റുള്ളവരുടെ ചിന്തകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന 3 വഴികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കണ്ണുകളിൽ ശ്രദ്ധിക്കുന്നതാണ് ആദ്യത്തെ രീതി. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്നതാണ്. കണ്ണുകൾ സംസാരിക്കുന്നില്ല, പക്ഷേ അവ ഒരുപാട് പറയുന്നു. ഒരു വ്യക്തിയുടെ കണ്ണിലെ ചില അടയാളങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചാൽ അവരുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അവരെന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്കറിയാൻ കഴിയും. എനിക്കിന്നു കണ്ണുകളില്ല, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഗൗതമ ബുദ്ധനിൽ നിന്നാണ് ഞാൻ ഈ കഴിവുകൾ പഠിച്ചത്. അദ്ദേഹം എൻ്റെ ഗുരുവും വഴികാട്ടിയുമായിരുന്നു. അന്നെനിക്ക് കണ്ണുകളുണ്ടായിരുന്നു.
ആളുകളുടെ ചിന്തകൾ അവരുടെ കണ്ണിലൂടെ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനാൽ മറ്റുള്ളവരുടെ ചിന്തകൾ അറിയണമെങ്കിൽ താങ്കൾ അവരുടെ കണ്ണുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവരെവിടെയാണ് നോക്കുന്നത്, ഏത് ദിശയിലേക്കാണ് അവരുടെ നോട്ടം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ അവിടെയും ഇവിടെയും പോകുകയാണെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളുമായുള്ള സംഭാഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്നുവെന്നാണ്. അല്ലെങ്കിൽ അവർ കള്ളം പറയുന്നു. വ്യക്തി നേരിട്ടുള്ള നേത്രസമ്പർക്കം ഒഴിവാക്കുകയാണെങ്കിൽ അതിനർത്ഥം അവരുടെ കള്ളം തുറന്നുകാട്ടപ്പെടുമെന്നും ആളുകൾ സത്യം മനസ്സിലാക്കുമെന്നും അവർ ഭയപ്പെടുന്നുവെന്നാണ്. എന്നാൽ അവരുടെ കണ്ണുകൾ ചലിക്കാതെ നിങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ സത്യസന്ധരും താല്പര്യമുള്ളവരുമായിരിക്കും. അവർ നിങ്ങളോട് സംസാരിക്കാനും അവരുടെ ചിന്തകൾ പങ്കിടാനും ആഗ്രഹിക്കുന്നു. അവരുടെ പുരികങ്ങൾ എങ്ങനെ ചലിക്കുന്നു എന്നത് നോക്കുക. പുരികങ്ങൾ താഴോട്ടായാൽ അവർ കഠിനമായി ചിന്തിക്കുകയോ മറ്റെന്തെങ്കിലും ഓർത്ത് വിഷമിക്കുകയോ ആകാം. അവരുടെ പുരികങ്ങൾ ഉയരുകയും കണ്ണുകൾ വലുതാകുകയും ചെയ്താൽ അവർ നിങ്ങളിൽ ആകർഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആകാംക്ഷയോടെ കേൾക്കുന്നതോ ആകാം. അവരുടെ കൃഷ്ണമണി എത്ര വലുതോ ചെറുതോ ആണെന്നും നോക്കുക. കണ്ണിന്റെ കറുത്ത ഭാഗമാണ് കൃഷ്ണമണികൾ. കൃഷ്ണമണി വലുതായാൽ അതിനർത്ഥം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അവർ ആവേശത്തിലോ സന്തോഷത്തിലോ ആണ്. എന്നാൽ കൃഷ്ണമണി ചെറുതായാൽ അതിനർത്ഥം അവർ നിങ്ങളെയോ നിങ്ങൾ പറയുന്നതിനെയോ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അവർ അസ്വസ്ഥരോ ദേഷ്യമുള്ളവരോ ആണെങ്കിൽ അവരുടെ കണ്ണുകൾ എത്ര ചുവന്നതോ വെളുത്തതോ ആണെന്ന് നോക്കുക. കണ്ണിന്റെ വെളുത്ത ഭാഗം ചുവപ്പാണെങ്കിൽ അതിനർത്ഥം അവർ ക്ഷീണിതരോ സമ്മർദ്ദത്തിലോ രോഗിയോ ആണെന്നാണ്. അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. യാത്ര ചെയ്ത് ക്ഷീണിതനായ ഒരാളെ കണ്ടുമുട്ടിയ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ ഞാൻ നോക്കി. ഒരിക്കലും അയാൾ എന്നെ നോക്കുന്നില്ല. അവൻ വിഷമിക്കുകയും വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ അതിലൂടെ മനസ്സിലാക്കി. അവൻ എന്തോ മറച്ചുവെക്കുകയാണെന്ന് ഞാൻ കരുതി. എന്നോട് സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ ഞാൻ അവനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. അയാൾക്കൊരു രഹസ്യ പദ്ധതി ഉണ്ടെന്ന് ഞാൻ അതിലൂടെ കണ്ടെത്തി. അതുപോലെ മറ്റ് മുഖഭാവങ്ങൾ ഒരു വ്യക്തിയുടെ ചിന്തകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ചിലപ്പോൾ ഒരു വ്യക്തി തന്റെ മുഖത്തിലൂടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെ ചെറിയ ചില കഴിവുകളുണ്ട്. നമുക്കറിയാവുന്ന വ്യക്തിയുടെ മുഖഭാവം ചെറുതായി ഒന്ന് മാറിയാൽ നമ്മളത് പെട്ടെന്ന് മനസ്സിലാക്കും. ആ വ്യക്തി നിരാശനാണോ, വളരെ ദുഃഖിതനാണോ, അങ്ങേയറ്റം സന്തോഷവാനാണോ എന്നു നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും. അവർക്കുള്ളിൽ എന്താണ് അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനും കഴിയും. ഈ കാര്യങ്ങളെല്ലാം അവരുടെ മുഖഭാവങ്ങളിലൂടെ നിർണ്ണയിക്കാനാകും. മുഖം ഒരു ചിത്രം പോലെയാണ്. അത് ആളുകൾക്കുള്ളിൽ എന്താണ് അനുഭവിക്കുന്നതെന്ന് കാണിക്കുന്നു. അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആളുകളെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ ഈ നിശബ്ദ അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ കണ്ണുകൾ വളരെ പ്രധാനമാണ്. അവ ചെറുതും തിളക്കവുമാകുമ്പോൾ പുഞ്ചിരി യഥാർത്ഥമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പുരികങ്ങളുടെ ഇടയിലുള്ള ഭാഗം, അതായത് നമ്മുടെ നെറ്റിയുടെ താഴെയും മൂക്കിന്റെ മുകളിലുമുള്ള ഭാഗത്ത് ചുളിവുകൾ വന്നാൽ അല്ലെങ്കിൽ അത് കൂടുതൽ വലിഞ്ഞാൽ പലപ്പോഴും അർത്ഥമാക്കുന്നത് അവരാശയക്കുഴപ്പത്തിലാകുന്നു, കഠിനമായി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതോ പുതിയതോ ആയ എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. വായഭാഗം താഴെ ഒരു വശത്തേക്കാണെങ്കിൽ അവർ സങ്കടത്തിലാണ്, അതൃപ്തനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. വായയുടെ അടയാളം നോക്കി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. വായഭാഗം അടച്ചമർത്തി പിടിച്ചാൽ അവരെന്തോ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അർത്ഥമാക്കാം. എന്നാൽ തുറന്നതും ശാന്തവുമായ ഒരു വായ അർത്ഥമാക്കുന്നത് അവർ തുറന്നു സൗകര്യപ്രദമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് അർത്ഥമാക്കുന്നു. മുഖത്ത് ഈ അടയാളങ്ങൾ കാണാനും മനസ്സിലാക്കാനും പഠിച്ചാൽ ആളുകൾ അവരുടെ വികാരങ്ങൾ പറഞ്ഞാലും ഒന്നും പറയാതെ നിശബ്ദത പാലിച്ചാലും ഉള്ളിൽ എന്താണ് ശരിക്കും ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നത് എന്നുമൊക്കെ നിങ്ങൾക്കറിയാൻ കഴിയും. ആ വ്യക്തി ഒരു വാക്കുപോലും സംസാരിക്കാതെ തന്നെ അവന്റെ മുഖത്തു നിന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. രാജാവേ, ഞാനൊരു കഥ പറയാം. ഒരിക്കൽ സഹായത്തിനായി എന്റെ അടുക്കൽ വന്ന ദുഃഖിതനായ ഒരാളെ ഞാൻ കണ്ടുമുട്ടി. പക്ഷേ അതൊന്നും കാര്യമാക്കാത്ത മട്ടിലാണ് അയാൾ പെരുമാറിയത്. എന്നാൽ അവന്റെ നെറ്റിയിൽ ഒരു ചെറിയ വര ഞാൻ കണ്ടു. അവൻ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അതിലൂടെ ഞാൻ മനസ്സിലാക്കി. അയാളുടെ പ്രശ്നം വിശദീകരിക്കാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. അത് അയാൾ പറഞ്ഞു. അതിനുശേഷം ആ വ്യക്തിക്ക് സുഖം തോന്നി. അയാളുടെ മുഖത്തിൽ നിന്ന് എനിക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. തുടർന്ന് അന്ധനായ സഹോദരൻ രാജാവിനോട് മൂന്നാമത്തെ വിദ്യ പറഞ്ഞു. മഹാത്മാവേ, മൂന്നാമതൊരു ഭാഷ കൂടിയുണ്ട്. അത് ആംഗ്യങ്ങളുടെയും ശരീരത്തിന്റെയും ഭാഷയാണ്. ഒരു വ്യക്തിയുടെ ചിന്തകൾ മനസ്സിലാക്കാൻ കൈകളുടെ ആംഗ്യങ്ങളും ശരീരഭാഷയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവർ കൈകൾ ചലിപ്പിക്കുന്നതും ആംഗ്യങ്ങൾ കാണിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. വാക്കുകൾക്ക് പുറമെ ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയിക്കുന്നതിൽ അവരുടെ ശരീരഭാഷ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരത്തിനും കൈകൾക്കും വാക്കുകളില്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. ഇതൊരു രഹസ്യ സംഭാഷണ രീതി പോലെയാണ്. ആളുകൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെ അവർ ആഗ്രഹിക്കുന്നതും അനുഭവിക്കുന്നതും നിങ്ങൾക്കിവിടെ കാണാനാകും. ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ വിരലുകൾ വേഗത്തിൽ എവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിരലുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ചിന്തിക്കുക അവർ നിങ്ങളുമായുള്ള സംസാരം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ സംഭാഷണം ഉടൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നു. എനിക്കൊരു സാധനം വിൽക്കാൻ വന്ന ഒരാളെ കണ്ടുമുട്ടിയ സന്ദർഭം ഞാൻ ഓർക്കുന്നു. അവൻ ഈ അടയാളം കാണിച്ചു. അവൻ പരിഭ്രാന്തനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ അതിനു മാന്യമായ വില നൽകാമെന്ന് അവനോട് പറഞ്ഞു. ആ നിമിഷം അവൻ സമാധാനപ്പെട്ടു. അത്യാവശ്യമായ സമ്പത്തിനായി അവരുടെ എന്തെങ്കിലും സ്വത്തുക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ വിൽക്കാൻ വരുന്ന ആളുടെ ഈ രീതിയിലുള്ള മനോഭാവം മനസ്സിലാക്കി പലരും വിലപേശുന്നതും നമ്മൾ കാണാറുണ്ട്.
കൂടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൈകൾ കഴുത്തിന്റെ ഓരോ ഭാഗത്തായി ചേർത്ത് വെക്കുമ്പോൾ അവർക്ക് നിങ്ങളെയോ നിങ്ങൾ പറയുന്നതോ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ അവർ അവരുടെ ചിന്തകൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നു. അവരുടെ കൈകൾ പിടിക്കുന്ന ഈ രീതി ഒരു മതിൽ പോലെയാണ്. അവരുടെ ചിന്തകളും വികാരങ്ങളും മറ്റുള്ളവരിൽ നിന്ന് സുരക്ഷിതമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ അടയാളം കാണുന്നതിലൂടെ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നല്ല ശ്രദ്ധാലുവായിരിക്കാം. അവരെന്തെങ്കിലും വിഷമമാണ് ഒളിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അപ്പോഴത്തെ സംസാര രീതി അവരുടെ മനസ്സ് തുറപ്പിച്ചേക്കാം. അത് അവർക്ക് കൂടുതൽ സുഖകരവും സമാധാനവും നൽകിയേക്കാം. എന്നാൽ അവരുടെ ശരീരം മുന്നോട്ട് ചായുമ്പോൾ അവർക്ക് നിങ്ങളിലോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലോ താല്പര്യമുണ്ടാകാം. അവർ നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അതിനർത്ഥം അവർക്ക് താല്പര്യമുണ്ടെന്നും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ്. ചിലപ്പോൾ ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരുപാട് സ്പർശിക്കുന്നതായി കാണാം. ഇതിലൂടെ അവരെന്താണ് ചിന്തിക്കുന്നതെന്നറിയാൻ നിങ്ങളെ സഹായിക്കും. അതിനർത്ഥം അവർ വിഷമിക്കുകയോ കഠിനമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ വലിയ ആശയമുള്ളവരോ ആണെന്നാണ്. ഒരു ചെറിയ സ്പർശനങ്ങൾ അവരുടെ മനസ്സിലും ഹൃദയത്തിലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിക്കുന്നു. ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ലോകത്ത് ഇതുപോലുള്ള തന്ത്രങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ പറഞ്ഞ എല്ലാ രീതികളും നമ്മൾ ശ്രദ്ധിക്കുകയും അവ ശരിയായി മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർ നമ്മുടെ വാക്കുകൾക്ക് എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു, പിന്നെ അവരുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്. എന്നിരുന്നാലും അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ശ്രദ്ധിക്കാനും ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും കഴിയൂ. വളരെ ശാന്തതയോടെ നിങ്ങളെ നോക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളോട് പറയാൻ കഴിയുന്ന നിരവധി മഹത്തായ വിശുദ്ധരെയും പ്രബുദ്ധരായ ആളുകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരിൽ നിന്ന് എന്തറിയാനാണ് നിങ്ങൾ വന്നത് എന്നെല്ലാം അവർക്ക് അറിയാൻ സാധിക്കും. അവർക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും കഴിയുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അവരുടെ മനസ്സ് ഏകാഗ്രവും സമാധാനപരവുമാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ ചിന്തകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരെ അവരുടെ കണ്ണുകളിലൂടെയും ശരീരത്തിലൂടെയും കൈകളിലൂടെയും നന്നായി മനസ്സിലാക്കാൻ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയും അവർ പറയാത്ത കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും അഭിനന്ദിക്കുകയും വേണം. ശാന്തമായ ഒരു പുസ്തകം പോലെയുള്ള ചെറുതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഈ അടയാളങ്ങൾ അവയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന വികാരങ്ങളെയും ചിന്തകളെയും കാണിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.